കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് ആയുള്ള 377, 378 ആണ്. ഒരു ഹാപ്പി ന്യൂസ് ആണ്. നമ്മളങ്ങനെ ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ ആയിട്ട് കോട്ടപ്പ് ആയിട്ടുണ്ട്. ഹാപ്പി ന്യൂസ് എന്നല്ല, ഇതൊരു സാഡ് ന്യൂസും കൂടെയാണെന്ന് തന്നെ പറയാം. സാഡ് ന്യൂസ് എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, അടുത്ത ചാപ്റ്റർ എന്ന് വരുമെന്ന് ഒരു പിടുത്തമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ നാളെ മുതൽ നമ്മൾ ബൊറൂട്ടോയുടെ 2 ബ്ലൂ വോർട്ടെക്സിന്റെ മാങ്ക എക്സ്പ്ലെയിൻ ചെയ്ത് റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ബൊറൂട്ടോയുടെ 2 ബ്ലൂ വോർട്ടെക്സിന്റെ എപ്പിസോഡ് 0 ആയിരിക്കും നാളെ റിലീസ് ആകാൻ പോകുന്നത്. 0 എന്ന് വിചാരിക്കുന്ന നേരത്ത് എന്താണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാളെ വീഡിയോ വരുമ്പോൾ നിങ്ങളത് കണ്ടോളൂ. എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലാസ്റ്റ് വീഡിയോ അല്ലേ, കോട്ടപ്പ് ആയതല്ലേ, ഒരു 800 ലൈക്സ് നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുമോ? നിങ്ങൾ എനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് എന്തായാലും കടക്കാം. ഇത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ആര് കണ്ട് അവർ ആർക്കേഞ്ചൽസിനെ മുഴുവൻ ഡിഫീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ് അവർ ഓരോരുത്തരും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലൂഷ്യസിനെ ക്ലോണിനെ അവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെൻറിയുടെ ടീം, ക്യാപ്റ്റൻസ്, വെനീസ, സോറ, അതേപോലെ എല്ലാരെയും കാണിക്കുന്നുണ്ട്. അവർ ഈ ലൂഷ്യസിനെ ക്ലോണുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂഷ്യസ്, നീ ഇതെല്ലാം നേരത്തെ തന്നെ കണ്ടിരുന്നു. അതേസമയം നമ്മുടെ ക്ലോർ കിടവാട്ടെ ആ ഒരു സ്പെല്ലിന്റെ അകത്ത് ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. ഇനിയുള്ളത് നീ മാത്രമാണ് ലൂഷ്യസ് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റേ യൂണൻ കൂടെ നേരെ മുകളിലേക്ക് പോകുവാണ്. അതേസമയം നമ്മുടെ ബെല്ലി യൂണനെ വിളിക്കുന്നുണ്ട്. കാര്യം മറ്റൊന്നുമില്ല, ഈ നെവർലാൻഡ് എന്ന് പറഞ്ഞ സ്പെല്ലുണ്ടല്ലോ, അത് അതിന്റെ ലിമിറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. ബെല്ലിനി കൂടുതൽ നേരം ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ആസ്റ്റ ചാർമി കൊടുത്ത ആ ഒരു റിക്കവറി മാജിക് ഫുഡ് നമ്മുടെ യൂണോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരത് കഴിച്ചിട്ട് നേരെ മേലിലേക്ക് പോകുവാണ്. യൂണോ, ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും ലൂഷ്യസിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹ്യൂജ് സ്പെല്ല് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ യൂണോയും ആസ്റ്റയും ലൂഷ്യസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ലൂഷ്യസ് അവരെ കാത്തിരിക്കുമായിരുന്നു. അവർ പറയുന്നുണ്ട്, ആസ്റ്റ, യൂണോ, അവസാനം നിങ്ങൾ ഇവിടെ എത്തിയല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഈ ലോകത്തിനെ സമാധാനമായ ഒരു പാതയിലേക്കല്ലേ നയിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അത് തടയാൻ നോക്കുന്നത്? ലൂഷ്യസ്, നീ ഉണ്ടാക്കുന്ന ഈ ഒരു ലോകം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നീ ക്രിയേറ്റ് ചെയ്ത ഒരു പലാഡിൻ ഇല്ലേ, അതിലൊരാൾ നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. സിസ്റ്റർ ലില്ലി എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. നീ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ലോകമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവളെ പോലെ നല്ലൊരു വ്യക്തി എന്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞത്? എന്തുവാണ് ആസ്റ്റ, നിനക്കിത് ഇതുവരെ മനസ്സിലായില്ലേ? അത് നീ കാരണമാണ്. ഈ ലോകത്തിന് നീ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് നീ മനുഷ്യരുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ നിർത്ത്. അത് അവർക്ക് സഫറിങ് സമ്മാനിക്കും. അതെന്താണ് നിനക്ക് മനസ്സിലാകാത്തത്? നീ ശരിക്കും ഒരു നായ തന്നെയാണ്. നീ ഒരു നല്ലവനൊന്നുമല്ല. മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടിയൊന്നുമല്ല നീ ഈ ലോകം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് ഈ ലോകത്തിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഈ ലോകത്തിനെ നിന്റെ വഴിക്ക് ആക്കാൻ നോക്കുവാണ്. സത്യം പറഞ്ഞ ഒരു സെൽഫിഷ് ബോസ്റ്റ്. നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കും. അതേ സമയത്ത് തന്നെ പുള്ളിക്കാരന്റെ സിബ്ലിങ്സിന്റെ മേത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ലൂഷ്യസിന്റെ മറ്റൊരു പുതിയ ഫോമാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഡിഫീറ്റ് ചെയ്ത് ഈ ലോകം ഒരു സമാധാനമായ ലോകമൊക്കെ മാറ്റിയിരിക്കും. എന്നിട്ട് നമ്മുടെ ആസ്റ്റയുടെ യൂണിയുടെ നേരെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. അവരാകട്ടെ അത് രണ്ട് സൈഡിലേക്ക് ഡോഡ്ജും ചെയ്യും. അതിന് ഞങ്ങൾ നിന്നെ അനുവദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലൂഷ്യസ് നേരെ ചെല്ലുവാണ് നമ്മുടെ ആസ്റ്റയും യൂണോയും. ലൂഷ്യസ് അവരുടെ കൺമുമ്പിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനാകും. എന്നിട്ട് ആസ്റ്റയുടെ തൊട്ട് സൈഡിൽ വന്ന് നിന്നിട്ട് ആസ്റ്റനെ ഒരു അറ്റാക്കും ചെയ്യും. അവിടെ ഒരു ഗ്യാപ്പ് കണ്ട നമ്മുടെ യൂണോ ലൂഷ്യസിനെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് അവിടെ ബോൺ കൊണ്ടുള്ള ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് യൂണോയ്ക്ക് അത് ബൈപ്പാസ് ചെയ്ത് അങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ലൂഷ്യസ് ആസ്റ്റയുടെ നേരെ തന്റെ കൈകൾ ഉയർത്തും. തന്റെ കൈയിന്റെ അറ്റത്ത് ചെറിയൊരു ദ്വാരമുണ്ട്. അതിൽ കൂടെ ഒരു അറ്റാക്കും ചെയ്യും. സംഭവം വരുന്നില്ല, ബോൺ ബുള്ളറ്റ് ആണ് പുള്ളിക്കാരൻ തന്റെ കൈകളിൽ നിന്ന് വിട്ടിട്ടുള്ളത്. ആസ്റ്റ കറക്റ്റ് സമയത്ത് പുള്ളിക്കാരന്റെ സോഡ് ചേഞ്ച് ചെയ്ത് അത് ഡിഫ്ലക്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ യൂണോയും പുള്ളിക്കാരന്റെ നേരെ വന്ന ആ ബോൺസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യും. യൂണോനെ അപ്പൊ തന്നെ പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂണോ ആയിട്ട് പുള്ളിക്കാരന്റെ ഷീൽഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലൂഷ്യസിന്റെ ബോൺ മാജിക് യൂസ് ചെയ്ത് പല സൈഡിൽ കൂടെ യൂണോനെ അറ്റാക്ക് ചെയ്യും. ആസ്റ്റ നമ്മുടെ ലൂഷ്യസിന്റെ നേരെ വരാനകത്ത് ലൂഷ്യസ് ആയിട്ട് പല സൈഡിൽ കൂടെ ഈ ഒരു ബോൺ മാജിക് യൂസ് ചെയ്യും. ഇതെല്ലാം ഡിഫ്ലക്ട് ചെയ്തിട്ട് ആസ്റ്റ പുള്ളിക്കാരന്റെ റൈറ്റ് സൈഡിൽ കൂടെ യൂണോ പുള്ളിക്കാരന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഒരു സ്ഥലത്ത് വിൻഡും സ്റ്റാർ മാജിക്കും അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽ എന്ന് തന്നെ പറയാം, മാനകൾ കൊണ്ട് സമ്പുഷ്ടമായത്. മറുഭാഗത്താകട്ടെ ആന്റി മാജിക്, മാജിക്കിനെ തന്നെ റിപ്പൽ ചെയ്യാൻ ജനിച്ചത്. ആസ്റ്റ തന്റെ സോഡ് കൊണ്ട് ഒരു അറ്റാക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ പുള്ളിക്കാരനെ കട്ടാനെടുത്ത് മറ്റൊരു അറ്റാക്ക് കൂടെ ചെയ്യുന്നുണ്ട്. അവരുടെ അറ്റാക്ക് നിർത്താതെ തന്നെ ലൂഷ്യസിന്റെ നേരെ ചെല്ലുന്നുണ്ട്. ലൂഷ്യസിന്റെ ശരീരം ചെറുതായിട്ട് മുറിയാനും തുടങ്ങും. പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും അവരുടെ പവേഴ്സ് പോളാർ ഓപ്പോസിറ്റ് ആണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ഗുഡ് ടീമായിട്ട് മാറുന്നത്? പെട്ടെന്നാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ ലൂഷ്യസിന് പുറകിൽ ആസ്റ്റ യൂണെ ഒരേപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ലൂഷ്യസിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ലൂഷ്യസ് പറയുന്നുണ്ട്, അവർ ഓരോ സെക്കൻഡിലും സർപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാളെ. അങ്ങനെ പതുക്കെ പതുക്കെ അവർ എന്റെ പ്രൊഫസിനെയും സർപ്പാസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പെട്ടെന്ന് ആസ്റ്റ ആദ്യമായിട്ട് ഈ ഒരു ഫൈറ്റിനകത്ത്
പുള്ളിക്കാരന്റെ സെറ്റൻ യൂസ് ചെയ്ത് ലൂഷ്യസിന്റെ 2 കൈകളും മുറിക്കുന്നുണ്ട്. ലൂഷ്യസിന് അത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. പെട്ടെന്ന് പുള്ളിക്കാരന്റെ ബോൺ മാജിക് യൂസ് ചെയ്ത് ആസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡ് ആയിട്ട് നിന്നപ്പോൾ യൂണോ പെട്ടെന്ന് അവിടേക്ക് വന്ന് ലൂഷ്യസിനെ അറ്റാക്ക് ചെയ്യും. അത് വളരെ വലിയ ഹ്യൂജ് ആയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. ലൂഷ്യസ് ആവട്ടെ അതിന്റെ അകത്ത് പെട്ടുപോവുകയും ചെയ്യും. യൂണോ നീ ലെവലപ്പ് ആയല്ലേ, നീയും ഒട്ടും മോശമൊന്നും അല്ലല്ലോ ആസ് എന്ന് പറയാൻ നിർത്ത് പെട്ടെന്ന് അവർ രണ്ടുപേരും ഓരോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. അങ്ങനെ ആ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ബ്ലാക്ക് ലോന്റെ മാങ്കയായിട്ട് ഒഫീഷ്യലി കോട്ടപ്പ് ആയിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ഇനി എന്നാണ് റിലീസ് എന്ന് എനിക്കും അറിഞ്ഞൂടാ, ഇത് റിലീസ് ചെയ്യാൻ പോകുന്ന അവർക്കും അറിഞ്ഞൂടാ. സോ നിങ്ങൾ എന്തായാലും കുറച്ചധികം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും 3-4 മാസങ്ങളൊക്കെ കൂടെ നിർത്തി 1-2 ചാപ്റ്റേഴ്സൊക്കെ വെച്ച് നമുക്ക് എന്തായാലും നിർത്താതെ കിട്ടുന്നുണ്ട്, അത് തന്നെ ഭാഗ്യം. എന്തായാലും ചാപ്റ്റേഴ്സ് ഒക്കെ റിലീസാകുന്ന അന്ന് തന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ പുറത്തു വിടുന്നതായിരിക്കും. സോ പേജ് ഇപ്പോഴും സബ് ചെയ്ത് തന്നെ വെച്ചേക്ക്.